ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ അതായത് യഥാർത്ഥത്തിൽ ആണവ കരാറെന്ന് പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UAE അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ GCC രാജ്യങ്ങൾ അതായത് രണ്ടായിട്ട് പിളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാണും നാറ്റോ മോഡൽ ഒരു കരാറുണ്ടാക്കിയിരുന്നു. ആര്? ഈ പറയുന്ന പാകിസ്ഥാൻ, സൗദി. അതിനുശേഷം അതിനകത്ത് ഈ തുർക്കി എന്ന് പറയുന്ന വാനരൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തുർക്കി, പാകിസ്ഥാൻ നമ്മൾക്കറിയാമല്ലോ നമ്മുടെ ശത്രുക്കളാണ്. വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോഴും ഈ സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടേയിരുന്നു, അറിഞ്ഞും അറിയാതെയും. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ ജനിക്കുന്നതിനില്ല, പൂച്ചയും പട്ടിയും പോലെ അവൻ്റെ ജനിക്കുന്ന കുഞ്ഞിനോട് വരെ പറഞ്ഞു കൊടുക്കുന്ന ആദ്യമേ നമ്മുടെ ശത്രു ആരാ, ജീവിച്ചില്ലേലും നമ്മൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സൗദി നമ്മളുമായിട്ട് വലിയ ബന്ധത്തിൽ ഉള്ള സമയത്തും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് സമയത്തും ഏതർത്ഥത്തിലും എപ്പം നോക്കിയാലും സാമ്പത്തിക സഹായം അത് അമേരിക്കയുടെ പിന്തുണ ഉണ്ടെന്ന് പറയുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും സൗദി പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാറ്റോ അല്ല, ഈ GCC അറബിക് നാറ്റോയുടെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ GCC രാജ്യങ്ങൾ ആകെ ഉള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ ആണവായുധമുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.